Okay, write down a question. Write down a question. A venturimeter, okay, venturimeter whose throat diameter is 1/3 of whose throat diameter is 1/3 of pipe diameter. 1/3 of pipe diameter is fitted in a horizontal pipe. Is fitted in a horizontal pipe of 300 mm diameter carrying water of 300 mm diameter carrying water. The pressure in pipeline is the pressure in pipeline is 13.8 Newton per centimeter square. 13.8 Newton per centimeter square, that is gauge pressure. 13.8 Newton per centimeter square is gauge pressure. And vacuum in throat. Vacuum in throat, that is 37.5 centimeters, 37.5 centimeters of mercury. Determine the rate of flow. Determine the rate of flow through the pipeline. Through the pipeline. Take CD equal to 0.9 H. Last time university on the question ആണ്. Simple ആണ്, but ചെറിയ രീതിയിൽ twisted ആണ്. Directly equation apply ചെയ്യുന്നതാണ്, പക്ഷെ ചെറുതായിട്ടൊന്ന് twist ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. Question ആദ്യം എഴുതിയെടുക്കുക കംപ്ലീറ്റ് ആയിട്ട്.
ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? യെസ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഫർദീനെ തന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാ? ഫർദീൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യനിൽ തന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാ? ത്രോട്ട് ഡയമീറ്റർ ആണ്. ഓക്കെ, ത്രോട്ട് ഡയമീറ്റർ തന്നിട്ടുണ്ടോ? അല്ല, 1/3 ഓഫ് പ്രഷർ പൈപ്പ് ലൈൻ. ഓക്കെ, പ്രഷർ ഫസ്റ്റ് വേറെ എന്താ മെയിൻ പൈപ്പ് ലൈൻ ഡയമീറ്റർ ആണില്ല, അത് എത്രയാ? മെയിൻ പൈപ്പ് ലൈൻ ഡയമീറ്റർ, പൈപ്പ് ലൈൻ 300 D1 is equal to 300 mm, right? കൺവേർട്ട് ചെയ്ത് മീറ്ററിലേക്ക് പറഞ്ഞാൽ 0.3 meters. Then throat dia അന്നേരം എത്ര വരിക? D2 1/3 into 0.3 1/3 into 0.3 എത്രയാ? 1/3 into 0.3 1/3 into 0.3 എത്രയാടാ? 0.1 meters. Okay, so throat diameter കിട്ടി, pipeline diameter കിട്ടി. Then പിന്നെ ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടില്ല? It is carrying, main pipe carry ചെയ്യുന്ന വാട്ടർ ആണ്. Then pressure in pipeline, അതായത് ഫസ്റ്റ് സെക്ഷനിലുള്ള പൈപ്പ് ലൈനില്. ഓക്കെ, ഈ പൈപ്പ് ലൈൻ ഡയമീറ്റർ എടുത്ത ഈ സെക്ഷനിലേക്ക് ത്രോട്ട് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ ഇവിടെയാണല്ലോ സെന്റിമീറ്റർ കണക്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ത്രോട്ട് സെക്ഷൻ, ഇത് ഫസ്റ്റ് സെക്ഷൻ. ഓക്കെ, ദിസ് ഇസ് സെക്കൻഡ് സെക്ഷൻ, ത്രോട്ട് സെക്ഷൻ. സോ ഇതിലെ എന്തുണ്ട്? ക്യാരിയിങ് വാട്ടർ. P1 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, P2 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ട്വിസ്റ്റ് വരുന്നത് P1 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, P2 വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സർ P1 വാല്യൂ വെച്ച് തന്നിട്ടുള്ളത് ഗേജ് പ്രഷറിലാണ്. ഓക്കെ, P1 വാല്യൂ തന്നിട്ടുള്ളത് ഗേജ് പ്രഷറിലും, P2 വാല്യൂ തന്നിട്ടുള്ളത് എവിടെയാണ്? വാക്വം പ്രഷറാണ്. ഓക്കെ, നമ്മളെപ്പോഴും ഇത് വെച്ചിട്ട് ഡിഫറൻഷ്യൽ മാനോമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുന്ന ഫ്ലോ റേറ്റ് ആണെങ്കിലും ഇൻ ബിറ്റ്വീൻ എന്തിന്റെ ബേസിലാണ് എടുക്കുന്നത്? ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള മെയിൻ പൈപ്പ് ലൈനിലും ത്രോട്ട് സെക്ഷൻ തമ്മിലുള്ള പ്രഷർ ഹെഡ് ഡിഫറൻസ് വെച്ചിട്ടാണ്. റൈറ്റ്, പ്രഷർ ഹെഡ് ഡിഫറൻസ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ, അതായത് Q is equal to എഴുതുന്ന ഇക്വേഷനിലെ √2gh വരുന്നതിലുള്ള H എന്ന് പറയുന്നത് എന്താണ്? ഈ H എന്ന് പറയുന്നത് pressure head difference between first point and throat section ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റും ത്രോട്ട് സെക്ഷനും തമ്മിലുള്ള പ്രഷർ ഹെഡ് ഡിഫറൻസ് ആണ് എന്ത് വരുന്നത്? ഈ H എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ H വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എന്നാലേ നമുക്ക് ഡയറക്ട്ലി എടുത്തേക്ക് എത്തും, ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ട പോയിന്റിലേക്ക് വരും. എനിവേ, അതിൽ കമ്പയർ ചെയ്യണമെങ്കിൽ P1ഉം P2ഉം തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ we need these both two quantities in a same unit. Okay, ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്ത് വേണം? ഒറ്റ യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, സോ P1 നമുക്ക് തന്നിട്ടുള്ളത് എത്രയാ? P1 എത്രയാ? P1 തന്നിട്ടുള്ളത് എത്രയാ? കാർത്തിക് എത്രയാ P1 തന്നിട്ടില്ല? 13.8 എത്രയാണ്? 13.8 യൂണിറ്റ് ന്യൂട്ടൺ per meter square.
സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? ഓക്കെ, P1 തന്നിട്ടുണ്ട്. then P2 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 എത്രയാ കാർത്തിക? P2 എത്രയാന്നേ? P2 കണ്ടുപിടിക്കേണ്ടതല്ലേ? കണ്ടുപിടിക്കേണ്ടതാണോ? P2 എന്ന് പറയുന്നത് ഏത് സെക്ഷനാ? P2 എന്ന് പറയുന്നത് ഏത് സെക്ഷനാ? വാക്കത്തിന്റെ P2 എന്ന് പറയുന്നത് ഏത് സെക്ഷനാണ്? ത്രോട്ട് സെക്ഷൻ അല്ലേ P2 എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ P2 ത്രോട്ട് സെക്ഷനിലെ പ്രഷർ നമുക്ക് തന്നിട്ടില്ലേ? എത്രയാ എത്രയാ നമുക്ക് തന്നിട്ടുള്ളത്? 37.5 37.5 യൂണിറ്റ്. ഈ പ്രഷറിന്റെ കാര്യത്തിൽ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. യൂണിറ്റിലാണ് കൺഫ്യൂഷൻ തേച്ച് വരുന്നത്. എത്രയാണ് പറ? സെന്റിമീറ്റർ. സെന്റിമീറ്റേഴ്സ് ഓഫ് സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. മെർക്കുറി. സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. അത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം യൂണിറ്റ് പറയുന്നത് പ്രഷറിന്റെ കാര്യത്തിൽ പ്രഷർ എടുക്കുമ്പോഴേ പറഞ്ഞാണ് ഡിഫറെന്റ് ടൈപ്സിൽ നമുക്ക് ഒരേ യൂണിറ്റ് പറയാം. അതായത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ മീറ്റേഴ്സ് ഓഫ് വാട്ടറിന്റെ ടേംസിൽ പറയാം, അല്ലെ മീറ്റേഴ്സ് ഓഫ് മെർക്കുറിന്റെ ടേംസിൽ പറയാം. റൈറ്റ്? പല ടൈപ്പിൽ ഒരേ പ്രഷറിനെ നമുക്ക് പറയാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. ഇത് പക്ഷെ നമുക്ക് ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ഡിഫറൻസ് എടുക്കണമെങ്കിൽ ഇതിനെ രണ്ടിനെയും കോമൺ യൂണിറ്റിലേക്ക് മാറ്റണം. അതായത് ക്യാരി ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാ? ക്യാരി ചെയ്യുന്ന ഫ്ലൂയിഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെ നമ്മൾ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, എന്നാലേ നമുക്ക് ഇത് തമ്മിലുള്ള കമ്പാരിസൺ നടത്താൻ പറ്റും. സെയിം യൂണിറ്റിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഇത് തമ്മിലുള്ള കമ്പാരിസൺ നടത്താൻ പറ്റൂ. റൈറ്റ്? സെയിം യൂണിറ്റിലേക്ക് വന്നാൽ മാത്രമേ ഇത് തമ്മിലുള്ള കമ്പാരിസൺ നടത്താൻ പറ്റും. ഓക്കെ, സോ കമ്പാരിസൺ നടത്തണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ രണ്ടിനെയും കോമൺ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിനെയും സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിനെയും രണ്ടിനെയും മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക്, ക്യാരി ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണോ അതിന്റെ ടേംസിലേക്ക്. കാരണം പ്രഷർ ഹെഡ് ഡിഫറൻസ് എടുക്കുന്നത് ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഉണ്ടാകുന്ന രണ്ട് പോയിന്റിലുള്ള പ്രഷർ ഹെഡ് ഡിഫറൻസ് ആണ്. സോ ക്യാരി ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണോ അതിന്റെ ടേംസിലേക്ക്. Okay, pressure head difference should be taken in terms of the fluid which is carrying out through the pipeline. Okay, so we need to convert both these P1 and P2 values into or in terms of meters of water, right? So P1 എന്തിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? ഏതിനെയും കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? P is equal to പ്രഷറിന്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ ഏതാടാ? ഏതാ അസ്വ ഏറ്റവും പ്രഷറിന്റെ ബേസിക് ഇക്വേഷൻ? പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പാസ്കലോ? പാസ്കലോ? എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ അസഫേ? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്താ? എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? അസഫ്, എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? എന്താ ലാദിന് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? ലാദിൻ, എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? പത്ത് പത്ത്
പത്തേ എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? പത്തേ ക്ലാസ്സിലുണ്ടോ? എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? എടാ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം പോലും പഠിച്ചില്ല, പിന്നെ നിങ്ങൾ ഇനി എപ്പോഴാണ് ഇതൊക്കെ പഠിക്കുന്നത്? ഒരു തവണ ഫുൾ മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞ് മൂന്നാമത്തെ മൊഡ്യൂൾ റിവിഷൻ പോലെ എത്തി. ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. സോ ഈ പി വാല്യൂ കോമൺ ആയിരിക്കും. സോ റോ വൺ രണ്ട് ടേംസിലേക്ക് രണ്ട് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാം. റൈറ്റ്? സെയിം പ്രഷർ വാല്യൂ ബട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സിൽ പറയണമെങ്കിൽ എന്ത് ചെയ്യും? റോ വൺ ജി വൺ എച്ച് വൺ ഈസ് ഈക്വൽ ടു റോ ടു ജി ടു എച്ച് ടു ആയിരിക്കും. അല്ലെങ്കിൽ ഈ പി കോമൺ ആയിട്ട് എടുത്ത് പിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ടി പി എന്നുള്ള പ്രഷർ നമുക്ക് 13.8 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ, 13.8 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇതിനെ കൺവേർട്ട് ചെയ്യണം. റൈറ്റ്? ഇതിനെ എങ്ങോട്ടാ കൺവേർട്ട് ചെയ്യേണ്ടത്? മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക്. ഓക്കെ, മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ it will be equal to rho of density of water into g into h of water. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. മീറ്റേഴ്സ് ഓഫ് വാട്ടർ, ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ. റൈറ്റ്? ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടറിൽ കിട്ടണം. ഓക്കെ, ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടറിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോ ഈക്വേഷൻ വെച്ചിട്ട് ഒന്ന് ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടറിൽ പറഞ്ഞേ. മീറ്റേഴ്സ് ഓഫ് വാട്ടർ, ഈ എച്ചിന്റെ വാല്യൂ മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ എത്രയാ വരിക എന്നൊന്ന് പറഞ്ഞേ ഈക്വേഷൻ വെച്ചിട്ട്. ഈ ഇക്വേഷൻ നോക്കുക, ഇക്വേഷൻ എങ്ങനെയാ സോൾവ് ചെയ്യാം? ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ ഈ പ്രഷറിനെ പറയുന്നു. ഈ പ്രഷർ വാല്യൂ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലാക്കിയിട്ട് ഒന്ന് പറയാം. ബേസിക് പോലും നിങ്ങൾ ഒന്നും ചെയ്യാതെ ഈ പ്രോബ്ലം ചെയ്യാത്തോണ്ടാണ് നിങ്ങള്. വേറൊരു പ്രശ്നമില്ല, പറയുന്ന കാര്യം പഠിക്കുകയോ പ്രോബ്ലം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ല. ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പോലും കിട്ടുന്നില്ല, നിങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതി പാസ്സാകാൻ പോകും നിങ്ങൾ? ആകാശ് അറ്റൻഡൻസ് പറഞ്ഞു. ആകാശ്. അഖിൽ. അഖിൽ. അമിത്. അൻഡു. കാർത്തിക്. ലാദിൻ. Present, sir. ഷാസാർ. മുക്താസിം. അസഫ്. Present, sir. ഫർദീൻ. Present, sir. ഫത്തേഹ്. Present, sir. സമ. സിയാൻ. ഇഷാഖ്. നിവേദ്. Present, sir. പ്രത്യുഷ്. രാഹുൽ. Present, sir. തരുൺ. തരുൺ. സൗരഭ്. സൗരഭ്. Present, sir. സൗരവുണ്ടാ? Present, sir.
വീര, Present, sir. വിഷ്ണു, Present, sir. വിഷ്ണുവേൻ, Present, sir. ധർമ്മേഷ്, ധർമ്മേഷ്, ആദർശ്. Present, sir. ഓക്കെ. സൗരവ, സൗരവ്, Sir. സൗരവനോട് ഞാൻ അന്ന് അത്രയും വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ നീ ഇത്രയും ദിവസം കഴിഞ്ഞ് ഇപ്പോഴാണ് ക്ലാസ്സിൽ കയറി. എന്താ നിന്റെ പ്രശ്നം? എന്നോട് അന്ന് ഞാൻ ഒരു മണിക്കൂർ പ്രസംഗം നടന്ന പോലെ പറഞ്ഞതല്ലേ? അല്ലേ? എന്നോട് അസൈൻമെന്റ് എഴുതി വെക്കാൻ വേണ്ടി സീരിയസ് ടെസ്റ്റിന് എഴുതി വെക്കാൻ വേണ്ടി നീ എന്താ വെക്കാത്തത്? സൗരവനോടാ ചോദിക്കുന്നത് ഞാൻ. സൗരവ് അത് അപ്ലോഡ് ആകുന്നുണ്ടത്. എന്താണ്? അപ്ലോഡ് ആക്കാൻ വേണ്ടിട്ട് ആയിട്ടത്. നിന്നോട് അപ്ലോഡ് ആക്കാനാ ഞാൻ പറഞ്ഞു. നീ എവിടെ അപ്ലോഡ് ആക്കല്? നിന്നോട് ഞാൻ മെയിൽ അയക്കാനല്ലേ പറഞ്ഞു. അല്ല അപ്ലോഡ് തന്നെയല്ല ആണ്ട്. മെയിൽ ആകുന്നില്ല ഇത്രയും ദിവസമായിട്ട് എനിക്ക്. ഇത്രയും ദിവസമായിട്ട് എനിക്ക് മെയിൽ ആകുന്നില്ല. സാറ് പിന്നെ ഞാൻ നോക്കിയില്ല. പിന്നെ എന്താ നോക്കാത്ത നീ? വീട്ടിൽ വന്ന് പിന്നെ ഇതിന്റെ കാര്യം പഠിക്കണം എല്ലാ ദിവസവും. നീയല്ല എന്താ വിചാരിക്കുന്നത്? അഡ്മിൻസ് ഇല്ലാണ്ട് നിങ്ങൾ പാസ്സായിട്ട് പോകാൻ കഴിയുന്ന? അറ്റ്ലീസ്റ്റ് നമ്മളോട് കമ്മിറ്റ്മെന്റ് വേണ്ട. നിങ്ങൾക്കൊക്കെ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ഫീസ് അടച്ചിട്ട് അങ്ങനെ വിടുന്നില്ലേ? കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഇവിടെ അടച്ചിട്ട് ഇരിക്കുന്നില്ല അവിടെ വീട്ടില്. അവരോടുള്ള കമ്മിറ്റ്മെന്റ് കാണിക്കും. കോളേജിനോട് എന്നോട് ആരോടും വേണ്ട കമ്മിറ്റ്മെന്റ്. അറ്റ്ലീസ്റ്റ് അവരോടൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കും നീയൊക്കെ. അത്രയും പറഞ്ഞാല് പിന്നെയും കുറച്ച് വേണോ ഉളുപ്പൊക്കെ? നീയൊക്കെ ഈ സമയത്ത് തന്നെ പാസ്സായി പോയിട്ട് എനക്കൊന്നും കിട്ടാനൊന്നുമില്ല. നല്ലത് വിചാരിച്ചില്ല പറഞ്ഞത് അതിനത്രയും. മുഹമ്മദ് സമ ക്ലാസ്സിലുണ്ടോ? സമ സർ. ഇപ്പൊ സ്റ്റെപ്പ് ചെയ്തോ? കൺവേർട്ട് ചെയ്തോ എച്ചിന്? ചെയ്തോ? ഇല്ല സർ. എന്താ ചെയ്യാത്തത്? ചെയ്യുന്നുണ്ട് സർ. ചെയ്യുന്നുണ്ട്. പത്തേ ചെയ്തോ? പത്തേ പത്തേ സാർ ചെയ്യണം സാർ. കുറച്ചുകൂടി പത്തേ മക്കളെ, നിങ്ങൾ ഈ ബേസിക് സ്റ്റെപ്പ് തന്നെ നിന്നോണ്ടെന്ന് എങ്ങനെയാ നിങ്ങൾ മേലോട്ട് പോവുക? അല്ല, അറിയാതെ ചോദിക്കും, നിങ്ങൾ എന്തെന്നാ ഉദ്ദേശിക്കുന്നത്?
അവിടെ ഇത് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം തന്ന ഇക്വേഷൻസ് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിന്റെ വാല്യൂ വെച്ച് കണ്ടുപിടിക്കാൻ ഇത്രയും സമയം വേണം നിങ്ങൾക്ക്. ഡെൻസിറ്റി ഓഫ് വാട്ടർ നിങ്ങൾക്ക് അറിയില്ലേ? ജിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയില്ലേ? ഈ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിനെ ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആകണേ, കാരണം എനിക്ക് കിട്ടേണ്ട വാല്യൂ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലാണ്. മീറ്റേഴ്സ് ഓഫ് വാട്ടറിലാണ് എനിക്ക് കിട്ടേണ്ടത്. Right. So 13 point, initially 13 point Newton per centimeter square ne Newton per meter square ആക്കാൻ ദിയാ 13.8 into 10 raised to 4 ഇടുക divide by ഈ ടേം രണ്ട് ടേം ഇപ്പുറത്തേക്ക് വന്നു rho w that is 1000 into g 9.81, then it will be equal to 14.06 meters of water വരും. റൈറ്റ്. ഇത് നമ്മൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എടുത്തുകൊണ്ടാണ് മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് വന്നത്. സപ്പോസ് ഡെൻസിറ്റി ഓഫ് വേറെ ഏതെങ്കിലും ഫ്ലൂയിഡ് എടുത്ത് ഇപ്പൊ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആണ് ഞാനിവിടെ എടുക്കുന്നതെങ്കിൽ എന്താവും? ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആണ് ഞാനിവിടെ എടുക്കുന്നതെങ്കിൽ എന്തായി സംഭവിക്കും? ഇത് സംഭവം മീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലേക്ക് പോകും. റൈറ്റ്. ഇത് ഗിവൺ പ്രഷർ വാല്യൂവിനെ നമുക്ക് 13.8 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ഒരു ഗിവൺ പ്രഷർ വാല്യൂവിനെ വേറൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, P is equal to rho g. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. കോമൺ യൂണിറ്റിലായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P1 മൈനസ് P2 റിഡക്ഷൻ എടുത്തിട്ട് ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. ഹെഡ് ലോസ് ഡ്യൂ ഇൻ പ്രഷർ അത് കണ്ടുപിടിച്ചാലേ നമുക്ക് ഫർദർ ഡിസ്ചാർജിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. Okay, so P1 by rho g, so H കിട്ടി നമുക്ക്. എന്ത് കിട്ടി? That means pressure P1 വാല്യൂവിനെ head in terms of P1 by rho g എടുത്ത് in meters of വാട്ടറിലേക്ക് കിട്ടി. Right? ഇനി സിമിലർ വേ നമുക്ക് എന്ത് കിട്ടണം? സിമിലർ വേ എന്ത് കിട്ടണം? മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ ഈ 37.5 സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിനെ കൺവേർട്ട് ചെയ്യണം. And one more point, തന്ന ക്വസ്റ്റ്യനിൽ ഇത് ഗേജ് പ്രഷറും ഇത് വാക്വം പ്രഷറും ആണ്. ഓക്കെ, വാക്വം പ്രഷർ മീൻസ് ഇവിടെ ഒരു നെഗറ്റീവ് വരും. നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഗേജ് പ്രഷേഴ്സ് ആ പോസിറ്റീവ് ആയിരിക്കും. വാക്വം പ്രഷർ എഴുതുമ്പോൾ ഒരു നെഗറ്റീവ് ഇട്ടിട്ട് എഴുതുക എപ്പോഴും. ഓക്കെ, ഒരു നെഗറ്റീവ് ഇട്ടിട്ട് എഴുതുക -37.5 സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. വാക്വം നെഗറ്റീവ് കണ്ടീഷൻ ആണ്. ബിലോ കണ്ടീഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും താഴെ വരുന്ന പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ മുകളിൽ വരുന്നതിനാണ് ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ബിലോ ആയിട്ട് വരുന്നതിനാണ് നമ്മൾ വാക്വം പ്രഷർ നമ്മൾ പറയുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാണ്. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യണം. ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാ ഒന്ന് കൺവേർട്ട് ചെയ്യാം? P2 ഒന്ന് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാമെന്ന് എങ്ങനെയാ? P2 ഒന്ന് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം. എന്തിലേക്ക്? മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക്. എങ്ങനെയാ കൊണ്ടുവരാമെന്ന് ആലോചിച്ച് നോക്കിയേ. ρ1g hydrostatic law തന്നെ ρ1g h1 is equal to ρ2g h2. രണ്ട് ഫ്ലൂയിഡ് ആണ്. That means rho w, that is water, into g into h in terms of water, meters of water in terms of water, into density of mercury equal to density of mercury into g into h in terms of mercury. Okay, h in terms of mercury. ಇಲ್ಲಿ rho w and the density of water, that is 1000 into g. G common ആണ്. രണ്ട് സൈഡ് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. കോമൺ ആണ്.
HW meters of water, head in terms of water, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Head in terms of water ലേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. Then density of mercury. Density of mercury എങ്ങനെ എഴുതുക? Specific gravity of mercury into density of water. Specific gravity of mercury into density of water into head in terms of mercury. Head in terms of mercury ആണ് ഇവിടെ തന്നിട്ടുള്ളത് 37.5. അത് സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും? സെന്റിമീറ്റേഴ്സ് ഓഫ് വാട്ടറിലായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഡയറക്ട്ലി മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് എഴുതാം. എത്ര വരും? -0.375 meters of mercury. റൈറ്റ്? അപ്പൊ എന്തായി? രണ്ട് സൈഡിലും 1000 ഉണ്ട്. 2000 ക്യാൻസൽ ചെയ്ത് പോയി. Then so HW is equal to 13.6 into 0.375 ഒരു മൈനസും. ഇതായിരിക്കും എന്ത് വരിക? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല -37.5 സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റേഴ്സ് ഓഫ് വാട്ടർ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ. ഇതൊന്ന് കണ്ടുപിടിച്ച് ഇതിന്റെ വാല്യൂ പറഞ്ഞ പെട്ടെന്ന്. വരിക -5.1 meters of water. Okay, -5.1 meters of water. So നമുക്ക് എന്ത് കിട്ടി? പ്രഷർ അറ്റ് ഫസ്റ്റ് സെക്ഷനിലെ പ്രഷർ ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ കിട്ടി. അതായത് P1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ കിട്ടി. ത്രോട്ട് സെക്ഷനിലെ P2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ കിട്ടി. റൈറ്റ്? ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തിൽ കാണുക? ഒരു വെന്റിമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന H എന്ന് പറയുന്നത് ഈ പ്രഷർ ഹെഡ് ഡിഫറൻസ് ആണ്. രണ്ട് സെക്ഷനിലെയും പ്രഷർ തമ്മിലുള്ള ഡിഫറൻസ്, ഹെഡ് ഡിഫറൻസ്. ഓക്കെ, ഇതും ഹെഡ് ഇൻ ടേംസ് നമ്മൾ എഴുതി. എത്ര? 14.05 meters of water. Then ഇത് എഴുതി P2 നെയും ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടറിൽ എഴുതി -5.1 meters of water. റൈറ്റ്? ഇനി H വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ തമ്മിൽ ഡിഫറൻസ് എടുക്കുക. ഈ H വാല്യൂ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കുക. സോ H is equal to എന്ത് വരും? P1 minus P2. Pressure head difference between two sections, main pipe and throat section തമ്മിലുള്ള pressure head difference. P1 minus P2. എത്രയൊന്ന് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വാല്യൂ പറഞ്ഞേ. P1 minus P2 എത്രയാ വരിക? $19.16 meters of water. Right? 19.16 meters of water. So H കിട്ടി നമുക്ക്. പ്രഷർ ഹെഡ് ഡിഫറൻസ് കിട്ടി. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ള എന്താ? Q ആണ്. ഡിസ്ചാർജ് റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആണ്. So Q is equal to CD into A1 A2 √2 GH divided by root of A1 square minus A2 square. Right? CD നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? CD എത്രയാ? CD is equal to 0.98. Then A1 കണ്ടുപിടിക്കണം എന്താ? 5/4 D1 square. D1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. A2 is equal to 5/4 D2 square. D2 നമുക്ക് ത്രോട്ട് ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എത്രയായിരുന്നു? D1 എത്രയായിരുന്നു? D1 is equal to 0.3 meters and D2 is equal to 0.1 meter. ഈ രണ്ട് വാല്യൂ വെച്ച് നമുക്ക് A1 ഉം A2 ഉം കിട്ടൂലേ? പിന്നെന്താ? G നമുക്കറിയാം. G എത്രയാ? G is equal to 9.81 meter. Right? Then H is equal to 19.16. So എല്ലാ പാരാമീറ്റേഴ്സും ആയില്ലേ? ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് Q ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് Q ന്റെ വാല്യൂ കണ്ടുപിടിക്കാം.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിനാ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട്? മുന്നേ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? യെസ് സർ. യെസ് സാർ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്ത ക്ലാസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഒന്ന് എല്ലാ മൊഡ്യൂൾസും ഒന്ന് വെക്കേഷനിൽ ഇരുന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇനി അങ്ങോട്ടേക്ക് ടൈം കുറവായിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, കിട്ടുന്ന ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഏതെങ്കിലും പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഓക്കെ, താങ്ക്